നാഥനാ ജീവനാഥ മന്നിലാനന്ദമേകിടണേ. നമസ്കാരം. ലോകത്തിന് പ്രതീക്ഷയും പ്രകാശവും നൽകിയ ഒരു ദിനമാണ് ഡിസംബർ 25. ക്രിസ്മസ് ഒരു ആഘോഷമല്ല, ഒരു അനുഭൂതിയാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനങ്ങളിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉണ്ണീശോ ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ ജനിച്ച ആ രാത്രി പൊന്നും മീറിയും കുന്തിരിക്കവും കൊണ്ട് ഉണ്ണീശോനെ കാണാൻ 3 രാജാക്കന്മാരെത്തി. അന്ന് അവർക്ക് വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളിലൂടെ നമുക്കൊരു മാതൃകയാക്കാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി ഒരു നക്ഷത്രം നമുക്കുമാവാം. രണ്ടാമതായി, ഉണ്ണീശോ ജനിച്ചത് മാളികയിലോ മഹാസൗധത്തിലോ അല്ല, മറിച്ച് കന്നുകാലികളുടെ ഒരു കൂട്ടിലാണ്, ഒരു കാലിത്തൊഴുത്തിൽ. നമുക്ക് ഇതിലൂടെ പാഠമാക്കുന്നത് എളിമയുള്ളവരാകാം എന്നതാണ്. തോമസ് മാർട്ടിൻ പറഞ്ഞതുപോലെ, അഹങ്കാരം നമ്മളെ കൃത്രിമമാക്കുന്നു, എളിമ നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു. മൂന്നാമത്, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. സമാധാനം എങ്ങനെ ഈ സമാധാനം നമുക്ക് ജീവിതത്തിൽ മാതൃകയാക്കാമെന്ന് ക്രിസ്മസ് നമ്മൾക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. ഈശോയുടെ ജനനത്തിന് ശേഷം മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്ക് നന്മയുള്ളവരായി ജീവിക്കാം. സമാധാനം താനേ വന്നുകൊള്ളും. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് മംഗളാശംസകൾ ഞാൻ നേരുന്നു. നന്ദി.